ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് VSSC നൽകിയ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടിൽ ഗുരുതര കണ്ടെത്തലുകൾ. 1998 സ്വർണ്ണപ്പാളികളും 2019 സ്വർണം പൂശിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങൾ കണ്ടെത്തി. കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ശബരിമലയിൽ വിജയമല്യ സ്വർണം പൊതിഞ്ഞു നൽകിയ 1998 പാളികളും 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശിയ പാളികളും തമ്മിൽ പ്രകടമായ വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്. VSSC നൽകിയ ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് പരിശോധിച്ച ഹൈക്കോടതി ഗുരുതര കണ്ടെത്തലുകളാണുള്ളതെന്നും ചൂണ്ടിക്കാട്ടി. കോടതി ഉയർത്തിയ ആശങ്കകൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കും. കുറ്റകൃത്യത്തിന്റെ പ്രയോഗരീതി ശാസ്ത്രീയമായി വെളിപ്പെട്ടു. സ്വർണ്ണ കവർച്ചയ്ക്കായി എടുത്ത തീരുമാനത്തിന്റെ കണ്ണികൾ എങ്ങനെയെന്ന് തിരിച്ചറിഞ്ഞു. ഇതിൽ വ്യക്തിഗത ഉത്തരവാദിത്വവും ക്രിമിനൽ ബാധ്യതയും ഉൾപ്പെടുമെന്നും കോടതി വ്യക്തമാക്കി. കൂടുതൽ പ്രതികളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഉരുക്കിയ സ്വർണം ഉൾപ്പെടെയുള്ള തെളിവുകളും കണ്ടെത്താനുണ്ട്. അതിനാൽ സ്വർണ്ണ കവർച്ചയുടെ സാങ്കേതിക വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാനാവില്ലെന്ന് ഹൈക്കോടതി എടുത്തു പറഞ്ഞു. VSSCയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തണം. ഈ മൊഴികൾ കണ്ടെത്തിയ തെളിവുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ മനസ്സിലാക്കിയെടുക്കണമെന്നും SITയോട് കോടതി നിർദ്ദേശിച്ചു. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്ത് പകരം സ്വർണം പൂശിയ ചെമ്പുപാളികൾ സ്ഥാപിച്ചതായിട്ടാണ് പ്രാഥമിക കണ്ടെത്തൽ. VSSCയുടെ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. കൊടിമരം മാറ്റി സ്ഥാപിച്ചതിലും അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഒരു DYSPയെയും CAയെയും കൂടി SITയിൽ ഉൾപ്പെടുത്തിയ കോടതി നാളെ ശബരിമല സന്നിധാനത്ത് പരിശോധന നടത്താനും അനുമതി നൽകി. സ്ട്രോങ് റൂമിലിരിക്കുന്ന വാതിൽപ്പാളിയും പ്രഭാമണ്ഡലപ്പാളിയും പരിശോധിക്കാനാണ് അനുമതി. കൊച്ചിയിൽ നിന്നുള്ള വിദഗ്ധ സാങ്കേതിക സംഘം SITയെ സഹായിക്കും. 2024-25 ഇടപാടുകളിലും അന്വേഷണം അനിവാര്യമെന്ന് കോടതി SITക്ക് നിർദ്ദേശം നൽകി. PS പ്രശാന്ത് പ്രസിഡന്റായിരുന്ന കാലത്തെ ഇടപാടുകളാണ് അന്വേഷണ പരിധിയിൽ വരിക. ജനം, കൊച്ചി.